ഇനി നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ മേഘ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഇലക്ഷൻ വിശേഷങ്ങളുമൊക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിനായി. മേഘ, ഗുഡ് മോർണിംഗ്. യെസ്, മേഘ ഇന്നും മേഘ ഇന്നും ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണുള്ളത്, പ്രചാരണത്തിനൊപ്പമാണ് ഉള്ളത്. ഇന്ന് ആരാണ് ഉള്ളത്? നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കും, ഒപ്പം അവരുടെ പ്രചാരണ വിശേഷങ്ങളും. ഭദ്ര, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ 57-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സുഖിനയ്ക്കൊപ്പമാണ്. സുഖിന ഒപ്പം ഒരുപാട് സഖാക്കൾ രാവിലെ തന്നെ വോട്ട് തേടി ഇറങ്ങിയിട്ടുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഏത് രീതിയിലാണ് യുവതിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് യുവാക്കളുടെ നിരയിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സുഖിന. LDFന്റെ വാർഡ് തന്നെയാണ്. നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാൻ തോന്നുന്നു. ആദ്യമായിട്ടാണ് സുഗന മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സുഗന, എങ്ങനെയാണ് നമ്മുടെ പ്രചാരണം, ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? അതെ, രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രചാരണം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർഡിൽ LDF തുടർന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു വാർഡാണ്. അതിപ്പം ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഇവിടെ ഹെൽത്ത് സെൻറ്റർ വന്നു, ശുചിത്വ മേഖലകളിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നു, മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നടന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു വാർഡും. നിലവിലെ കൗൺസിലറെ കുറിച്ചാണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് വളരെ സ്വീകാര്യതയാണ്. സാധാരണ നമുക്ക് മുൻപത്തെ കൗൺസിലറെ ഒരു താരതമ്യപ്പെടുത്തലുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ റോഡുകൾ, ശുചിത്വം, അതേപോലെ തന്നെ മാലിന്യ സംസ്കരണം, വയോജനങ്ങൾ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വാർഡാണ് നമ്മുടെ വാർഡ്. സുഗിന ആദ്യമായിട്ടാണ് മത്സര രംഗത്തുള്ളത്. എന്നാലും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സജീവമായതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് പറയാനുള്ളത്? ഞാനിവിടെ നിലവിൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ മഹിളാ മേഖലാ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഞാൻ ആശാ വർക്കർ കൂടിയാണ് എന്നുള്ളത് അഭിമാനത്തോടെ ഈ വേളയിൽ പറയുകയാണ്. കാരണം എല്ലാത്തിലും ഒടുവിലായിട്ട് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്ന ഒരു വനിത കൂടിയാണ് ഞാനിങ്ങനെ സുഗിനയെ പറ്റി നോക്കുമ്പോഴാണ് ഒരു വീഡിയോ വൈറലായത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു നിസ്കാര പായിൽ നിന്ന് ഉമ്മ ഓടി വന്ന് സുഗിനയെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ഓടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. കാരണം നമ്മൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു മകളുടെ കുട്ടി ഉമ്മ സുഗിനേച്ചി വരുന്നുണ്ട് എന്ന് വിളിച്ച് പറയുകയും അവർ നിസ്കാരപ്പായിൽ നിന്ന് എണീറ്റ് ഉമ്മറത്തേക്ക് വന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരിനെ അല്ലാതെ നമ്മൾ വേറെ ആരെയാണ് കൊണ്ടുവരിക, നമുക്ക് അവരല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു അനുഭൂതി തന്നിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഒരു ആത്മവിശ്വാസം എല്ലാം. നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപേക്ഷത ചേർത്ത് പിടിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന, മൂല്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ച ആ ഒരു നിമിഷം അനുഭവിക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതെനിക്കൊരു വലിയൊരു അനുഭവമാണ്. ഈ ആശാവർക്കർ ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, വലിയ തലത്തിൽ സർക്കാർ ആശാവർക്കർമാരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ, ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പ്രഖ്യാപനം ആശാവർക്കർമാരെ ചേർത്തുകൊണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതും വലിയ സന്തോഷം നൽകുന്നില്ലേ? വോട്ട് തേടി വീടുകളിലേക്ക് ചെല്ലുമ്പം ആശാപ്രവർത്തകരാണ് നൽകിയ അഭിമാനം കൂടെ തരുന്നില്ല അത്? തീർച്ചയായിട്ടും വീടുകളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്നതിന് ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു ജോലിയാണ് ആശാവർക്കർ എന്നുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അടുക്കള വരെ നമുക്ക് കയറി ചെന്ന് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും നമ്മളോട് പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ആശാവർക്കർമാരെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ LDF ഗവൺമെൻറ്. എന്താവശ്യങ്ങൾക്കും വിളിക്കാറുണ്ട്. ഇനി അതേ രീതിയിൽ തന്നെ ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഈ നിമിഷം വരെ അവരോടൊപ്പം എങ്ങനെയാണോ നിന്നിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടുള്ള നാളുകളും. സുഗിന പറഞ്ഞതുപോലെ ഒരു മികച്ച കൗൺസിലറുടെ പിന്തുടർച്ചയായിട്ടാണ് സുഗിന വരുന്നത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഈ ചേട്ടനാണ് നേരത്തെ ഇവിടെ കൗൺസിലറായി പ്രവർത്തിച്ച വ്യക്തി, ഏത് രീതിയിലാണ് മണ്ഡലം പോകുമ്പം കൗൺസിലറെ കുറിച്ച് മികച്ച അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ സുഗിന പറയുന്നത്. അപ്പോൾ എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തീർച്ചയായും ഈ വാർഡ് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ കൗൺസിലറായിരുന്നു, അതിന് മുമ്പ് കൗൺസിലറായിരുന്ന സ്വാമിയേട്ടർ ഇവിടെ ഉണ്ട്. ഇതൊരു തുടർച്ചയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ആ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഒരു വാർഡാണ് ഞങ്ങളുടെ വാർഡ്. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി സുഗിനയും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അനുഭവ സമ്പത്തുള്ള ആളാണ്. തീർച്ചയായും ഈ അനുഭവ സമ്പത്ത് ഇവർക്കും നല്ല സ്വീകാര്യതയുണ്ട്. ഇതൊക്കെ തന്നെ ഈ വാർഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം എളുപ്പമാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശം, ഇതോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ 11-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചെങ്കൊടി പാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് സുഗുനയും സുഗുനയ്ക്കൊപ്പമുള്ള ആളുകളും പങ്കുവെക്കുന്നത്. മുൻപോട്ട് വെക്കാൻ ഒരുപിടി വികസന പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ആണെങ്കിലും സർക്കാരിൻ്റെതായെങ്കിലും അത് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസവും.